ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അത് ഗോതമ്പ് പൊടി കൊണ്ട് നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആട്ടപ്പൊടി കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പകുതി ആട്ടപ്പൊടിൻ്റെ പകുതി പൊടി ഉണ്ടായിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പകുതി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരേപോലത്തെ കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് മടുത്തു എന്ന് തോന്നുന്നവരൊക്കെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് എന്തായാലും തരണം കേട്ടോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്കൊക്കെ തരണം. അപ്പോൾ ഞാനിതാ ഏകദേശം നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു രീതിയിലേക്ക് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മിക്സിൻ്റെ ജാറിൽ ഇട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു വലിയ മിക്സിൻ്റെ ജാർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരൊറ്റ ട്രിപ്പിന് ഇതൊന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് ഞാൻ മിക്സിൻ്റെ ജാറിൽ ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമ്മൾ അടിച്ചെടുക്കണം, നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് എടുക്കേണ്ടത്. നന്നായിട്ട് കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇനി നമ്മളൊരു ദോശക്കല്ലാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതൊന്ന് ചൂടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓരോ തവിയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 2 മിനിറ്റ് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഈ ഒരു രീതിക്കാണ് കാണുന്നത്. ചെറിയ ഹോൾസൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പത്തിന് നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു അപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും അതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു അപ്പത്തിന്. അപ്പോൾ ഈ ഒരു അപ്പത്തിന് നമ്മളൊരു നല്ലൊരു മുട്ടക്കറിയോ അല്ലെങ്കിൽ മറ്റെന്ത് കറിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കറി കൂട്ടി കഴിക്കുമ്പോഴാണ് ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് വരുന്നത്. നല്ലൊരു ടേസ്റ്റ് കറി തന്നെ ഇതിന് കൂടെ തന്നെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ അപ്പം ചെറിയ ഹോൾസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ മുഴുവനായിട്ടൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.